തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആവേശത്തിന്റെ പാരമ്യത്തിലാണ് മട്ടന്നൂർ. ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരമാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ. ചരിത്രഭൂരിപക്ഷം മറികടക്കാൻ സനോജിന് കഴിയുമോ? കോട്ട തകർത്ത് അമരത്തെത്തി മട്ടന്നൂരിന്റെ ജനപ്രതിനിധിയാകാൻ ചന്ദ്രൻ തില്ലങ്കേരിക്കോ ബിജു ഏളക്കുഴിക്കോ ആർക്കാണ് കഴിയുക? തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ അവശേഷിക്കുന്ന ചോദ്യമാണിത്. എന്തായാലും മട്ടന്നൂരിലെ തെരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. ചരിത്രം നോക്കിയാൽ ഇടതുപക്ഷത്തിന് മാത്രം വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് മട്ടന്നൂർ. ആ ആധിപത്യം ഉറപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിലൂടെ LDF ലക്ഷ്യമിടുന്നത്. സനോജ് മത്സരത്തിനിറങ്ങുമ്പോൾ 60,000-ലധികമുള്ള കെ ശൈലജയുടെ ഭൂരിപക്ഷം മറികടക്കുക അല്ലെങ്കിൽ അതിനോളം എത്തുക എന്ന വലിയ ഉത്തരവാദിത്തമാണുള്ളത്. ഭൂരിപക്ഷം വളരെ കുറഞ്ഞാൽ ആ വിജയം ഇടതിനത്ര മധുരമുള്ളതാകില്ല. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് UDFനും ഏറെ പ്രാധാന്യമുള്ളതാണ്. മണ്ഡലം രൂപീകരിച്ച തെരഞ്ഞെടുപ്പിൽ മാത്രം സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞ കോൺഗ്രസിന് പിന്നീട് ഇതാദ്യമായാണ് മട്ടന്നൂരിൽ സ്ഥാനാർത്ഥിയുണ്ടാകുന്നത്. മറ്റു തെരഞ്ഞെടുപ്പുകളിൽ ഘടകകക്ഷികൾക്കായിരുന്നു സീറ്റ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലത്തിൽ വിജയം കാണാനുള്ള ആവേശത്തിലാണ് കോൺഗ്രസ് UDF പ്രവർത്തകർ. എന്നാൽ അട്ടിമറി ജയം കാണാൻ ശക്തമായ പോരാട്ടം UDF നടത്തേണ്ടതുണ്ട്. ഇത്രയും കാലം പരിചിതരല്ലാത്ത സ്ഥാനാർത്ഥികളെ കണ്ട മട്ടന്നൂരിന് ഇത്തവണ മണ്ഡലത്തിലുള്ള ആളെ തന്നെ സ്ഥാനാർത്ഥിയായി ലഭിച്ചതും കൈച്ചിഹ്നം ഉണ്ടെന്നതും വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. മട്ടന്നൂരിൽ തുടർച്ചയായ 4ാം അംഗത്തിന് ഇറങ്ങുന്ന ബിജു ഏളക്കുഴിയിലൂടെ ജയിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് NDA. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ വോട്ട് വർധനവ് NDA ലക്ഷ്യമിടുന്നുണ്ട്. മാലൂർ സ്വദേശിയായ സനോജ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെത്തി വോട്ടർമാരെ കാണുന്നുണ്ട്. യുവാക്കളെ ആകർഷിക്കാനും അവരുടെ വോട്ട് നേടാനും സനോജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിക്കുമെന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. അതേസമയം മട്ടന്നൂരിലെ ഇടത് അപ്രമാദിത്വം പഴങ്കഥയാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. മട്ടന്നൂറുകാർക്ക് പരിചിതനാണ് ചന്ദ്രൻ തില്ലങ്കേരി. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഘടകകക്ഷികൾ മത്സരിച്ചതിനാലാണ് വൻ മാർജിനിലുള്ള പരാജയമുണ്ടായതെന്നും മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മട്ടന്നൂരിന്റെ ചരിത്രവും മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി MV ജയരാജന് 3034 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മട്ടന്നൂരിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നഗരസഭ ഒഴികെ പഞ്ചായത്തുകളിലെ വോട്ട് കണക്കിൽ 15,350 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDFനുള്ളത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റായ ബിജു ഏളക്കുഴി വോട്ട് വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് മത്സരത്തിനിറങ്ങുന്നത്. C സദാനന്ദന്റെ രാജ്യസഭാ അംഗത്വം ഉൾപ്പെടെ അനുകൂല ഘടകമാകുമെന്നാണ് പ്രതീക്ഷ. 2011-ൽ 8,007 വോട്ട് നേടിയ ബിജു 2016-ൽ 18,620 വോട്ടാക്കി ഉയർത്തി. എന്നാൽ 2021-ൽ ഇത് 397 വോട്ട് കുറഞ്ഞ് 18,223-ലെത്തി. കണ്ണൂർ വിമാനത്താവളം, കല്യാട് ആയുർവേദ ഗവേഷണ കേന്ദ്രം, മച്ചൂർമല അന്താരാഷ്ട്ര യോഗ സെന്റർ, ഉരുവച്ചാൽ കൾച്ചറൽ ആർട്സ് സെന്റർ, പഴശ്ശി ആയുർവേദ ആശുപത്രി തുടങ്ങിയ വൻകിട പദ്ധതികളാണ് വികസന നേട്ടങ്ങളായി മണ്ഡലത്തിൽ ഇടതുമുന്നണി ഉയർത്തിക്കാട്ടുന്നത്. ഇവയുടെ തുടർച്ചയ്ക്ക് LDFനെ വിജയിപ്പിക്കണമെന്നാണ് ആവശ്യം. എന്നാൽ വികസന പദ്ധതികൾ ഭൂരിഭാഗവും പ്രഖ്യാപനത്തിലും തറക്കല്ലിലും ഒതുങ്ങിയെന്ന് UDFും BJPയും ചൂണ്ടിക്കാട്ടുന്നു. 97,018 പുരുഷന്മാരും 1,03,918 സ്ത്രീകളും ഉൾപ്പെടെ 2,09,36 വോട്ടർമാരാണ് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലുള്ളത്. 183 പോളിംഗ് സ്റ്റേഷനുകളുണ്ടാകും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.